ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ലോഗ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ 2 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കോഴിക്കോട് നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പം ഒരു ഉച്ച 4 മണി 4:30ക്കാണ് ട്രെയിൻ. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഓർത്തത്, ഹസ്ബൻഡ് കുറേ ആയി പറയണു പാരഗണിലെ ബിരിയാണി കഴിക്കാന്നുള്ളത്. അപ്പം നമ്മൾ പാരഗണിലെ ബിരിയാണി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ, അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഞങ്ങളിത് ഇവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ എത്താറായ കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ. അതുപോലെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഫുൾ യാത്ര പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരുന്നു കേട്ടോ, അതായത് ഓട്ടോയിലും ബസ്സിലും ട്രെയിനിലും അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല. ആകെയുള്ളൊരു വണ്ടി നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ, അതും 2 വീലറാണ്. അത് കാരണം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിന് നമുക്ക് ആശ്രയം തേടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏകദേശം ഞങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ എത്തി. നെക്സ്റ്റ് പ്ലാൻ ചെയ്യാണ്, ഇറങ്ങി ഒന്ന് നടുവൊക്കെ നിവർത്തിയിട്ട് വേണം അടുത്ത പാരങ്ങളിലോട്ട് പോവാൻ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് വേണം പാരഗൺ റെസ്റ്റോറൻറ്റിലോട്ട് പോവാൻ. എവിടെയാ നമ്മള്? എങ്ങനെ ഇനി എന്താ അടുത്ത പരിപാടി? ഇഷ്ടത്തൊരു ഭംഗിയില്ല, വേണമെങ്കിൽ വന്നതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ പാരഗൺ റെസ്റ്റോറൻറ്റിൽ എത്തിയ കേട്ടോ. പക്ഷെ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അതായത് ഉച്ച സമയമായിരുന്നു, ഏകദേശം 1:30 മണിയായിരുന്നു. പക്ഷെ നമുക്ക് സീറ്റ് പോലും ഇല്ല, ഇരുന്ന് കഴിക്കാനുള്ള ഇതൊന്നും സാഹചര്യം ഒന്നും ഇല്ല. അങ്ങനെ കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. അവസാനം ഞങ്ങൾ പാർസൽ എടുക്കേണ്ട ഒരു അവസ്ഥയായി കേട്ടോ. പാർസൽ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പാർസൽ കിട്ടി. അപ്പം അങ്ങനെ ഞങ്ങളുടെ പാർസലുമായിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ നമുക്ക് പോകാൻ നേരം വഴിയില്ല, അത്രയ്ക്കും ആൾക്കാരുടെ തിരക്കാട്ടോ. ഇപ്പം നമ്മൾ ഈവൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ബാക്കിൽ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ കഴിച്ച് എണീക്കാൻ വരെ. അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ബൈ ബൈ പാരഗൺ, ബൈ ബൈ. ഇവിടെയൊക്കെ ക്യൂ അല്ലേ. പാർസല് വേഗം കിട്ടിയല്ലേ, പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കാനും അല്ല, ഇരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ബാക്കിലെ ആൾക്കാർ വന്നിട്ടും അപ്പം എങ്ങനെയാണ് സ്വസ്ഥതയോടെ കഴിക്കുക? അതാരാ വാച്ചി മകുടം? ഇതല്ലേ 4-5 സ്ക്വയർ, ഇതല്ലേ സ്ക്വയർ? എൻ്റെ പല മണ്ടത്തരങ്ങളും നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ കണ്ടങ്ങ് ക്ഷമിച്ചേക്കണം. വളരെ ബുദ്ധിയുള്ളൊരു കുട്ടിയായതുകൊണ്ട് തന്നെ. എവിടെ? അങ്ങനെ ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നമുക്ക് ആദ്യം പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം, അതിന് ശേഷം ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എവിടെ പ്ലാറ്റ്ഫോം എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ആ പ്ലാറ്റ്ഫോം നമ്പറിലോട്ടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചു, അതിന് ശേഷം അങ്ങനെ നടന്ന്. ഈ ബാഗ് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ. അടുത്ത ട്രിപ്പിന് അപ്പൊ ഇത്രയും ബാഗ് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന എന്റെ ഏട്ടായി. 2 ബാഗൊക്കെ എടുക്കാൻ പാടുള്ളൂ. അയ്യോ, ഇതാണ് വായിച്ചിട്ട് അപ്പൊ നമുക്ക് ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കാം. അവിടെ സ്ഥലം ഉണ്ടോ? ഓർക്കാപ്പുറത്തിന്റെ പിന്നീന്നൊരടി. വീഡിയോ ചെയ്യുമ്പോ എപ്പോഴും കൊള്ളാവണ എവിടെയാണെന്നറിയോ വാച്ചി? ലാസ്റ്റ് ഞാൻ അല്ല നീ രണ്ടാളും അടി ഉണ്ടാക്കുമ്പോ
അപ്പൊ ആ വീഡിയോ ഒരു ദിവസത്തെ വീഡിയോ ഫുൾ അടങ്ങണ്ട് ബ്രേക്ക് ആവുകയാണ്. ആ അപ്പൊ അടി ഉണ്ടാവണ കൂടി എടുക്കണ്ടേ? അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പോയില്ലേ? അമ്മോ, ബൈക്ക് പാർക്ക് ചെയ്തതാ. അയ്യോ ആ ചേട്ടത്തി. അങ്ങനെ ഞങ്ങള് പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കാട്ടോ. പുള്ളിക്കാണെങ്കിൽ ബാഗ് അങ്ങ് വെക്കാഞ്ഞിട്ട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആണ്. എൻ്റെ ബാഗും കൂടി ഉണ്ടേ, ഞാനും എൻ്റെ ഒരു ബാഗും കൂടി കൊടുത്തായിരുന്നു. അങ്ങനെ ബാഗൊക്കെ വെച്ച് വാഷ്റൂമിലൊക്കെ പോയി കൈയൊക്കെ കഴുകി വന്നിട്ട് ഫുഡ് കഴിക്കാന്നുള്ളൊരു പുറപ്പാടില്ല, അങ്കത്തട്ടിലോട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ. അച്ചാറ്, ചമ്മന്തി, വാവൻ്റെ ബിരിയാണി. രണ്ടെണ്ണത്തിനോട് ഇത്ര അച്ചാർ ഇതുള്ളൂ. ഇത് എന്നോട് ബിരിയാണി ഓപ്പൺ ചെയ്യല്ലേ? മണം തൂക്കുന്നുണ്ടോ? മണത്തോക്കട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്യും. ഓക്കെ ബൈ ബൈ. ജനുവിന് അഭിപ്രായം പറ. കല്യാണ ബിരിയാണി നല്ല രുചിയുണ്ട്. വാവ ജനുവിനായിട്ട് അഭിപ്രായം പറ. ജനുവിനായിട്ട് അഭിപ്രായം പറ. നീ അല്ലേ ഭയങ്കര വിദഗ്ധൻ. വാവിൻ്റെ ദുബായിൽ നിന്ന് വരുന്ന ആഗ്രഹമല്ലേ പാരഗണിന് ബിരിയാണി കഴിക്കണമെന്ന്? ഈ ബിരിയാണി അവിടെ കിട്ടുമോ? ഇങ്ങനത്തെ ടേസ്റ്റ് അവിടെ കിട്ടുമോ ദുബായില്? പോവാൻ സാധിക്കാത്തോണ്ടല്ലേ, സമയമില്ലായ്മ. മറ്റേ നമ്മൾ പോകുന്നിടത്ത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് രണ്ടാളെ ലോക്ക് ചെയ്യാൻ പറ്റുമോ? അത് രണ്ടുപേരും ഫ്രെയിമിൽ വന്നു. ട്രെയിന് വന്നു. S7 മണിയായി, 4 മണിയായി. ചാടിക്ക് സമയമായി. ഇത് അമ്മ ഉണ്ടാക്കിയ പഴംപൊരി. വാ പൊട്ടിക്ക്. ഏത് സാധനം? ടിഷ്യൂ ഉണ്ട്. മറിച്ചുപോയോ? എന്താ അവിടെ ഒരു ചിരിയും കളിയൊക്കെ? ചേച്ചിക്ക് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് എതിർക്കാനും പറ്റിയില്ല, ഒഴിവാക്കാനും പറ്റിയില്ല. എന്ത് വെള്ളം എവിടെ എത്തി? വാച്ച് എവിടെ എത്തി? എല്ലി എവിടെ എത്തി? എവിടെ? ബാക്കി അങ്ങനല്ലേ, ഒരാൾ വെറുതെ വെള്ളം കുടിക്കണുണ്ട്, അവരെ കൊതി വരില്ലേ? നമ്മളെവിടെ
വയ്യേഴിപ്പുഴയോ? എവിടെ പുഴ? പുഴ എവിടെ? വെൽക്കം ഓൺ ബോർഡ്. നോക്ക്, എത്തിയോ? ഞങ്ങൾ എത്തി ഗായ്സ്, എത്തി മംഗളൂരു സ്റ്റേഷൻ. സിനിമയ്ക്കുണ്ടോ? അത് നോക്കാം, ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഇവിടെ എത്ര മിനിറ്റ് എടുക്കും? ജംഗ്ഷനിലല്ലേ ഇറങ്ങി? 9 മണിയാകുമ്പോഴേക്കും പോയിട്ട് 9 എന്നിട്ട് 10:30ക്കുള്ള സിനിമയ്ക്ക് എനിക്ക് പിന്നെ നാട്ടിലെത്തിക്കാൻ ഞാൻ ഇവിടെ എത്തിയാണ്ടല്ലോ എനിക്ക് എന്തുവാണ് അതങ്ങനെയാണ്. മംഗളൂരാണ് ഇപ്പം എൻ്റെ ഒരു നാടെന്ന് പറയണെങ്കിലും 7 വർഷമായില്ലതിലും കാണിച്ചെന്നില്ലേ. മംഗലാപുരത്തെ വീടെത്തി. മംഗലാപുരം കൂറ കുറയ്ക്കാൻ തുടങ്ങിയിട്ടാ. ഞാൻ പോണ ടൈറ്റായോ? ഓ ജനലൊക്കെ. വെൽക്കം ഹോം. എന്താ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. ഞങ്ങളൊരു 9:30 ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ വിചാരിച്ചു 10:30 ഷോ ഉണ്ട്, അപ്പോൾ അതിന് പോവാന്ന്. അപ്പോൾ വേഗം ഡ്രസ്സ് അല്ലാതെ ഒന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല, എങ്കിലും ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എങ്ങടാ? ഏത്? സുമതി വളവ്. ആള് വരുന്ന കിട്ടിയോ? എനിക്കെന്തെങ്കിലും വാങ്ങിച്ചു തരോ? 25% ഓഫ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് നാളെ വന്നിട്ട് എടുക്കാം. നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതേപോലെ കുറച്ചൊരു ഡയമണ്ട് വാങ്ങിച്ചതാണ്. എനിക്ക് ഡയമണ്ട് ഇഷ്ടമില്ല. ഇതെന്താ എത്ര തിരക്ക്? മറ്റേ സിനിമയ്ക്കാണോ പറഞ്ഞില്ല? ആ കൊള്ളാം, വലിയ മെച്ചമൊന്നുമില്ല. നമ്മളെ സ്ഥിരം കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. എന്താണ് എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എൻ്റെ വണ്ടി സപ്പോർട്ടാണ്. എനിക്ക് മേക്കിംഗ് ഒക്കെ ഇഷ്ടമായി. എനിക്കൊരു പുതുമയൊന്നും തോന്നിയില്ല. ഒരു നോർമൽ കഥ റീറ്റിൽ ഇങ്ങനെ പറഞ്ഞു. മീൻസ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമില്ല. കുറച്ച് തമാശകളുണ്ട്. റെഗുലർ കാണുന്ന ഒരു ഫീച്ചറിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് എന്ന് പറയാം. വണ്ടി എടുക്കും. വായിച്ച ആ ബുള്ളറ്റ് ഒന്ന് എടുക്കോ? യാ മണി നോക്കിയ തുറന്ന അപ്പൊ ഇങ്ങനെ കാലടിച്ച് കിടക്കുന്നുണ്ടാവും. കണ്ടില്ലേ? ഒന്നുമില്ലല്ലോ. കവളയിൽ സ്റ്റോക്കല്ലേ? അതങ്ങനെ കിടക്കുള്ളൂ. അയ്യോ, ഞാൻ അയക്കണോ? രാത്രി 1 മണിക്ക് പെട്രോൾ കഴിഞ്ഞ് ഞങ്ങൾ വഴിയിലായി ഗായ്സ്. സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ്. വായിച്ച് ഇതൊക്കെ സുമതിന്റെ പരിപാടി ആയിരിക്കോ? ഇതൊരു വളവാണ്. ആ, കൊഞ്ചാടി വളവ്. വായിച്ച് 1 മണിയായി. നമ്മളെ വണ്ടി അതുകൊണ്ടാണ് കേട് വന്നിട്ടുള്ളത്. സുമതി വളവ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞങ്ങളെ വണ്ടി നിന്ന് പോയത്. ആയതിനാൽ നമ്മളെ സിനിമേന്റെ എഫക്റ്റ് ആണോ?
ഗായ്സ് 1 മണിയായി ഗായ്സ്. സംസാരത്തിൽ ഇത്രയും കഴിഞ്ഞു കാര്യം പറഞ്ഞാൽ പോലെ അപ്പോഴല്ലേ അതിന്റെ ഒരു ഇതുണ്ടാവുള്ളൂ. ഇനിയിപ്പോ നാളെ പെട്രോൾ അടിക്കാൻ മറക്കരുത്. സ്റ്റാർട്ടാവൂലേ? ആ വെള്ളം കുടിച്ച പോലെ ആക്ക്. അന്ന് ഫ്രണ്ടിക്ക് തള്ളിയാ മതി വണ്ടി, അപ്പൊ ആവും. ഫ്രണ്ടിക്ക് തള്ളു, തള്ളു 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 തള്ളാസ് വണ്ടി. ആനിയാക്ക് ഇത്ര ഉള്ളു, അതിനാണ്. ഇപ്പൊ വാവ് ഓക്കെയാണ്, ഇപ്പൊ കളർ മാറില്ലല്ലോ. ഞാന് ബ്ലാക്ക് ബ്യൂട്ടി, വാവ വൈറ്റ് ബ്യൂട്ടൻ. ബ്യൂട്ടനോ? ബ്യൂട്ടൻ. ഇപ്പൊ ഞാൻ കളറുണ്ട്, ഇപ്പൊ ഞാൻ കളറില്ല. അത് ഇവിടുന്ന് ലൈറ്റ് ഇല്ലാതാ. എനിക്ക് നല്ല ലൈറ്റ്.